ആഗമനകാലം 1-ാം ഞായറിൽ മത്തായി 24:37 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ നാം വിചിന്തനം ചെയ്യുന്നു. ആഗമനകാലം 1-ാം ഞായറോടുകൂടി സഭയിൽ ആരാധനക്രമം അനുസരിച്ച് ഒരു പുതിയ വർഷം ആരംഭിക്കുകയാണ്. പുതിയ ആരാധന വർഷത്തിലെ ആദ്യ ഞായറിൽ മനുഷ്യപുത്രന്റെ 2-ാം വരവിനെ കുറിച്ചുള്ള ചിന്തകളാണ് രൂപപ്പെടുന്നത്. ഭാവിയിൽ സംജാതമാകാനിരിക്കുന്ന മനുഷ്യപുത്രന്റെ 2-ാം വരവിന് വേണ്ടിയുള്ള വർത്തമാനകാലത്തിന്റെ ഒരുക്കമാണ് ഈ ചിന്തയിൽ അടങ്ങിയിരിക്കുന്നത്. വർത്തമാനകാലത്തിൽ ആവശ്യമായി വരുന്ന ഒരുക്കത്തെ പഴയ നിയമത്തിലെ ഒരു സംഭവത്തോടും മറ്റു ചില പ്രതീകങ്ങളോടും ചേർത്ത് വെച്ചുകൊണ്ടാണ് സുവിശേഷകൻ പ്രതിപാദിക്കുന്നത്. ഇവ നോഹയുടെ കാലഘട്ടത്തിലെ ജലപ്രളയ സംഭവവും, വയലിൽ ജോലി ചെയ്യുന്ന 2 പേർ, തിരികല്ലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന 2 സ്ത്രീകൾ, ഭവനഭേദനത്തിനെതിരെ ഉണർന്നിരിക്കുന്ന വീട്ടു ഉടമസ്ഥൻ തുടങ്ങിയ പ്രതീകങ്ങളുമാണ്. മനുഷ്യപുത്രന്റെ 2-ാം വരവിനായി വർത്തമാനകാലത്തിൽ എപ്രകാരമായിരിക്കണം, ഇതിലേക്കാണ് മേൽ സൂചിപ്പിച്ച സംഭവവും പ്രതീകങ്ങളും ശ്രോതാവിനെ നയിക്കുന്നത്. അതിനു മുന്നോടിയായി പഴയ നിയമ സംഭവവും പ്രതീകങ്ങളും എന്ത് സൂചിപ്പിക്കുന്നുവെന്ന് താഴെ പറയും പ്രകാരം വിലയിരുത്താം. മനുഷ്യപുത്രന്റെ ആഗമനത്തെ സൂചിപ്പിക്കുവാൻ സുവിശേഷകൻ അവലംബിക്കുന്ന പഴയ നിയമ സംഭവം നോഹയുടെ കാലത്തെ ദിവസങ്ങളാണ്. നോഹയുടെ ദിവസങ്ങളിൽ ജലപ്രളയം ആരംഭിക്കുന്നതുവരെ ജനം സാധാരണ ശൈലി തുടരുകയായിരുന്നു. ആ ദിവസങ്ങളിൽ സംഭവിക്കാനിരിക്കുന്ന ജലപ്രളയത്തെക്കുറിച്ചോ ദൈവത്തിന്റെ വിധിയെക്കുറിച്ചോ യാതൊരുവിധ ധാരണയും മുന്നറിവും ജനത്തിന് ഉണ്ടായിരുന്നില്ല. നോഹയുടെ കാലത്ത് ജനത്തിന് ജലപ്രളയത്തെക്കുറിച്ച് സൂചനയൊന്നും ലഭിക്കാതിരുന്നതുപോലെ ഇന്നിന്റെ ജനതയ്ക്കും മനുഷ്യപുത്രന്റെ 2-ാം വരവിനെ കുറിച്ച് മുന്നറിവ് ലഭിക്കുകയില്ല. കാരണം ആ കാലഘട്ടത്തിലെ ജലപ്രളയം പോലെ അപ്രതീക്ഷിതമായിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനവും. മനുഷ്യപുത്രന്റെ 2-ാം വരവുമായി ബന്ധപ്പെട്ട് സുവിശേഷകൻ നൽകുന്ന 3 പ്രതീകങ്ങളിൽ ആദ്യ 2 സമാനതകൾ ഉള്ളവയാണ്. 2 പേർ പുരുഷന്മാർ വയലിൽ, 2 പേർ സ്ത്രീകൾ തിരികല്ലിൽ ജോലി ചെയ്യുന്ന പ്രതീകങ്ങളാണ്. ഈ 2 പ്രതീകങ്ങളിലും ഒരാൾ എടുക്കപ്പെടുകയും മറ്റൊരാൾ അവശേഷിക്കപ്പെടുകയും ചെയ്യുന്നു. എടുക്കപ്പെടുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മനുഷ്യപുത്രന്റെ 2-ാം വരവിൽ രൂപപ്പെടുന്ന രക്ഷിക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഉൾച്ചേർക്കപ്പെടുക എന്നതാണ്. അവശേഷിപ്പിക്കപ്പെടുക എന്നാൽ രക്ഷപ്പെട്ടവരുടെ ഗണത്തിൽ ഉൾപ്പെടുന്നില്ല എന്നതാണ്. അപ്രകാരം ഈ 2 പ്രതീകങ്ങളും മനുഷ്യപുത്രന്റെ 2-ാം വരവിലെ നിർണായകതയെ സൂചിപ്പിക്കുന്നു. അതായത് ജനങ്ങൾക്കിടയിൽ സംഭവിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് മനുഷ്യപുത്രന്റെ 2-ാം വരവിൽ ഉണ്ട് എന്നതിന്റെ വെളിപ്പെടുത്തലാണ്. 3-ാമത്തെ പ്രതീകം വീട്ടു ഉടമസ്ഥൻ കരുതിയിരിക്കാതെ രാത്രിയുടെ ഏത് യാമത്തും കടന്നു വരാനിടയുള്ള കള്ളന്റേതാണ്. കള്ളൻ ഏത് സമയത്തും വരുമെന്ന് വീട്ടുടമസ്ഥന് ഇവിടെ കണക്ക് കൂട്ടാൻ കഴിയില്ല. ഏത് സമയത്ത് വരും എന്ന് പറയാൻ കഴിയില്ല. അതുപോലെ മനുഷ്യപുത്രന്റെ ആഗമനം ഏത് സമയത്തായിരിക്കുമെന്ന് ഇന്ന് ഈ കാലഘട്ടത്തിലെ ആർക്കും ഗണിച്ചെടുക്കാൻ കഴിയില്ല. മേൽ വിശകലനം ചെയ്യപ്പെട്ട സംഭവവും പ്രതീകങ്ങളും മനുഷ്യപുത്രന്റെ 2-ാം വരവിൽ വർത്തമാനകാല ജനം എപ്രകാരം ആയിരിക്കണമെന്ന് ചിന്തിക്കാൻ സഹായിക്കുന്നു. ഈ അവസരത്തിൽ 2 കാര്യങ്ങളാണ് തെളിഞ്ഞു വരുന്നത്. ഒന്ന്, ജാഗരൂകരായിരിക്കുക.
2, തയ്യാറായിരിക്കുക. ജാഗരൂകത പഴയ നിയമത്തിലെ നോഹയുടെ ദിനങ്ങളിലെ സംഭവവുമായും തയ്യാറെടുപ്പ് പിന്നെ പറയുന്ന 3 പ്രതീകങ്ങളുമായും ബന്ധപ്പെടുത്താവുന്നതാണ്. അപ്രതീക്ഷിതവും നിഗൂഢവുമായ ജലപ്രളയം നോഹ മാത്രം തിരിച്ചറിഞ്ഞതെങ്ങനെ? ജാഗരൂകനായിരുന്നതിനാൽ ദൈവത്തിന്റെ പദ്ധതി നോഹ നേരത്തെ അറിഞ്ഞു. ഇവിടെ ജാഗരൂകത കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവത്തോടുള്ള നിരന്തരമായ വിശ്വസ്തതയാണ്. ദൈവത്തിന്റെ ഹിതം അന്വേഷിച്ച് അവിടുത്തെ നിരന്തരം ശ്രവിക്കുന്നവരാണ് ജാഗരൂകരായിരിക്കുന്നവർ. വയലിലും തിരികല്ലിലും ജോലി ചെയ്തിരുന്ന ഇരുവരിൽ ഒരാൾ മാത്രം എടുക്കപ്പെട്ടതെങ്ങനെ? തങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ എടുക്കപ്പെട്ടവർ ഒരുക്കമുള്ളവരായിരുന്നു. മനുഷ്യപുത്രന്റെ 2ാം വരവ് ഏത് സമയത്തും ഉണ്ടാകാമെന്ന് പ്രതീക്ഷിച്ച് ഉണർന്നിരിക്കുന്ന വീട്ടുടമസ്ഥൻ ഒരുക്കത്തിന്റെ ദൃഷ്ടാന്തമാണ്. ജാഗരൂകതയും ഒരുക്കവുമുള്ള ജനങ്ങളാണ് മനുഷ്യപുത്രന്റെ 2ാം വരവിൽ രക്ഷിക്കപ്പെട്ടവരുടെ ഗണത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നവർ. പ്രിയമുള്ളവരെ, മനുഷ്യപുത്രന്റെ ആഗമനം വരും കാലങ്ങളിൽ എപ്പോഴുണ്ടായാലും ആ സംഭവം മനുഷ്യരുടെ വർത്തമാനകാല ജീവിതത്തെ നിശ്ചയമായും സ്വാധീനിക്കേണ്ടതാണ്. മത്തായി സുവിശേഷകന്റെ പശ്ചാത്തലത്തിൽ ഒരു വിശ്വാസിയുടെ ഇന്നിന്റെ ജീവിത ശൈലിയെ 3 രീതിയിൽ ക്രമപ്പെടുത്താം. 1, കാരുണ്യ പ്രവർത്തികൾ, മത്തായി 25-ാം അധ്യായം. 2, ക്ഷമ, മത്തായി 18-ാം അധ്യായം. 3, സമാധാനം, മത്തായി 10-ാം അധ്യായം. ഇപ്രകാരമുള്ള ജീവിതശൈലി രൂപപ്പെടുത്തലാണ് ജാഗരൂകതയുടെയും ഒരുക്കത്തിന്റെയും അടയാളം. മനുഷ്യപുത്രന്റെ വരവും പ്രതീക്ഷിച്ച് നിർവഹിക്കപ്പെടേണ്ട ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് വിമുഖരാകുന്നത് ജാഗരൂകതയുടെയോ ഒരുക്കത്തിന്റെയോ അടയാളമല്ല. 2ാം വരവിന്റെ ചിന്ത മനുഷ്യനെ കൂടുതൽ നന്മയുടെ പ്രവർത്തന പദത്തിലേക്ക് നയിക്കണം. അതിനായി നമ്മുടെ ഹൃദയത്തെയും കാതുകളെയും ദൈവശ്രുതിയിലേക്ക് ഇഴചേർക്കേണ്ടതാണ്. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.